ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ലോകത്തെ പ്രധാന രണ്ട് മുസ്ലിം വിഭാഗങ്ങളാണ്. ഒന്ന് സുന്നികളും മറ്റൊന്ന് ഷിയാക്കളും. ഷിയയിസം എന്ന ഒരു ഇസമുണ്ടെങ്കിൽ സുന്നിസം എന്ന ഇസവുമുണ്ട്. ആ പദപ്രയോഗങ്ങൾ ഉണ്ടായത് പിൽക്കാലത്താണ്. ഇസം എന്നതിന് ഒരു ഐഡിയോളജിയുമായി ബന്ധമുള്ള പദപ്രയോഗമാണ്. നമ്മൾ കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവുള്ള ഒരു ആശയം നിറഞ്ഞ പദങ്ങൾക്കാണ് ഇസം എന്ന് ചേർത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഷിയയിസം എന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഷിയിസം ഉണ്ടെങ്കിൽ സുന്നിസവും ഉണ്ട് എന്നത്. നമ്മുടെ വിഷയം ഷിയഈ ചരിത്രത്തിൻ്റെ ഒരു ചുരുക്കെഴുത്ത് പറയുക എന്നതാണ്. എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് ഈ ഒരു വിഭാഗീയത രൂപപ്പെട്ടത് എന്നതിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നത്. അതിനേക്കാളും അപ്പുറം അതിൻ്റെ ഒരു അഖീദപരമായ ചർച്ചകളും അത് ശരിയാണ് ഇത് ശരിയാണെന്ന തരത്തിലുള്ള ഒരു വിഭാഗീയത വർത്തമാനങ്ങളൊന്നും ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇത് പ്രധാനമായും ഷിയഈ ചർച്ചകളുടെ ചില അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ. അതിൽ ഏറ്റവും പ്രമുഖം ഹജ്ജത്തുൽ വിദാ ഇതൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന വഴി അവിടെ ഖദീർ ഖും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ച് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഖൗലാണ്. അതാണ് ഒരു പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കാരണമായ സംഭവം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ കുന്ത മൗലാഹു ഫഅലി മൗലാഹു. ഞാൻ ആരുടെ മൗലയാണോ അവർ അലിയുടെ മൗലയാണ് എന്ന തരത്തിൽ പറയുന്നത്. അതായത് അലിയും അവരുടെ മൗലയാണെന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഒരു വർത്തമാനം നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് സുന്നി ചരിത്രകാരന്മാർക്കിടയിലും അതുപോലെ തന്നെ ഷീ ചരിത്രകാരന്മാർക്കിടയിലും ഒരുപോലെ സ്വീകാര്യമായ സംഭവമാണ്. മൗല എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ മൗലാന എന്ന് പറയുന്നതാണ് മൗല. അതിൽ മൗല എന്നത് പ്രിയപ്പെട്ടവനെന്നും അടുത്തുള്ള ആളെന്നും അതുപോലെ തന്നെ നേതാവെന്നും പല അർത്ഥങ്ങളുണ്ട്. അള്ളാഹു മൗലയാവാം, സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാവാം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള അർത്ഥത്തിലാവാം, നേതാവ് എന്നുള്ള അർത്ഥത്തിൽ പല ഭാഗങ്ങൾ അതിൽ വരും. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് പിൽക്കാലത്ത് ആൾക്കാർ വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങളുടെ നേതൃത്വം അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്ത സംഭവമാണ് ഇതെന്ന് പിൽക്കാലത്ത് വിശദീകരിക്കപ്പെട്ടു. അതേസമയം തന്നെ ഈ ഒരു വർത്തമാനമുണ്ടാവുകയും എല്ലാ സഹാബികളും അലി റളിയല്ലാഹു അൻഹുവിനോട് ആശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അതായത് അസ്ബഹത വ അംസൈത മൗല കുല്ല മുഅ്മിൻ വ മുഅ്മിനത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സന്തോഷത്തോടുകൂടി, ഇപ്പം നീ എല്ലാ മുഅ്മിൻ്റെയും മുഅ്മിനത്തിൻ്റെയും മൗലയായി കഴിഞ്ഞിരിക്കുന്നു, പ്രിയപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു, നേതാവായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു ആശംസ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം ആ ഒരു സാഹചര്യത്തിൽ നടത്തി പറഞ്ഞു എന്നാണ് ചരിത്രം. അതായത് ഇതിൻ്റെ അർത്ഥം എല്ലാവരും വന്ന് അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് ഈ ഒരു സംഭവം യമൻ ഭാഗത്തേക്ക് അലി റളിയല്ലാഹു അൻഹു അയക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനമാണ് ഇതെന്നും അല്ലാതെ ഇത് ഖിലാഫത്തുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നുമാണ് ചരിത്രന്മാർ പറയുന്നത്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു എന്ന വ്യക്തിത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നും അതിൻ്റെ കൂടെ തന്നെ അലിയെ എതിർക്കുന്നവർ എന്നെ എതിർക്കുന്നത് പോലെയാണ് എന്ന തരത്തിലുള്ള ആശയമാണ് അതിൻ്റെ പുറകിൽ. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണത് എന്നാണ് സുന്നി ചരിത്രകാരന്മാർ അതിനെ വിശദീകരിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഷീ ചരിത്രകാരന്മാർ നേരെ തിരിച്ചാണ് അതിനെതിരെ പറയുന്നത്. മറ്റൊന്ന് വസിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇതാണ് ഖദീർ ഖും എന്ന് പറയുന്ന ഒരു സംഭവം. ഷീ ചരിത്രത്തിൽ എപ്പോഴും ഈ ഒരു ഡേറ്റ് വരുമ്പോൾ
അത് ആഘോഷമായി കൊണ്ടാണ് ഷിയാക്കൾ ആ ദിവസത്തെ കൊണ്ടാടുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന് വാക്ക് കൊടുത്ത സംഭവം എന്ന നിലയിലും ലോക ജനതയ്ക്ക് നേതൃത്വവുമായ അലി റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി തെരഞ്ഞെടുത്തു എന്നൊക്കെ കരുതിക്കൊണ്ട് ആ ദിവസത്തെ പരിഗണിക്കുന്നു എന്നാണ് ഖദീർ ഹുമ്മുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളുണ്ട്. യോമെ ഖദീർ എന്ന് പറഞ്ഞിട്ടാണ് അവരതിനെ ആഘോഷിക്കാറ്. ഇങ്ങനൊരു പശ്ചാത്തലം ആ ദിവസവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾക്കിടയിൽ കാണാം. മറ്റൊന്ന് ഇസ്ലാമിക് സ്രോതസ്സിലെ രണ്ടാമത്തെ വിഷയം അത് വസിയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന് ഈ ഇസ്ലാമിക നേതൃത്വം വസിയത്ത് നൽകി എന്ന് ഒരു പ്രചരണം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുകയും കുറച്ച് പേർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇത് വന്ന് പറയുകയും ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വസിയത്ത് നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് എൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ്. അവസാനം വെള്ളം ചോദിക്കുന്നു, ഞാൻ വെള്ളം കൊടുക്കുന്നു. ആ സമയത്ത് അദ്ദേഹം വഫാത്താവുകയും ചെയ്യുന്നു. ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ എതിർക്കുന്ന സംഭവവും കാണാം. അത് മാത്രമല്ല, നബി വസിയത്ത് ചെയ്തതായി കാണുന്നത് നിങ്ങൾ വഴികെട്ട് ജീവിതം നയിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അറബ് നാടുകളിൽ നിന്ന് ഷിർക്കിനെ നിങ്ങൾ ഒഴിവാക്കണം. നബിയുടെ വസിയത്ത്, അവസാന വസിയത്തുകൾ അതാണ്. അറബ് ഭാഗങ്ങളിൽ നിന്ന് മുശ്രിക് ഷിർക്കുകളെ നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നല്ല ജീവിതം ജീവിക്കണം. ഇനി ആരെങ്കിലും ഞാൻ പ്രതിനിധി സംഘങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളുടെ അടുത്തേക്കും ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും നിങ്ങൾ സമ്മാനം നൽകി തിരിച്ചയക്കണം എന്നൊക്കെയുള്ള വസിയത്താണ്. അതുമാത്രമല്ല, എൻ്റെ വസിയത്ത് എൻ്റെ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തായി നമുക്ക് ഹദീസുകൾ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനും വസിയത്ത് നൽകി എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് തിരുത്തുന്നതും നമുക്ക് കാണാം. സഹീഹ് മുസ്ലിമിൽ ആ തരത്തിലുള്ള ഹദീസുകളുടെ ഒരു കളക്ഷൻ വസിയത്തുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിൽ ഉണ്ട്. അപ്പോൾ അതും സുന്നി ചരിത്രകാരന്മാർക്കിടയിൽ ഇക്കാരണത്താൽ അലി റളിയല്ലാഹു അൻഹുവിന് യാതൊരു തരത്തിലുമുള്ള നബിക്ക് ശേഷമുള്ള ഭരണാധികാരി എന്ന നിലയിൽ വസിയത്ത് നൽകിയിട്ടില്ല എന്നതിന് സുന്നി പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതാണ് പ്രധാന രണ്ട് സോഴ്സുകൾ. പിന്നീട് നമുക്കറിയാം, ചരിത്രത്തിൽ അങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഖദീർ ഹും എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് അങ്ങനൊരു എനിക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു വരും എന്ന് പറയുന്ന ഒരു കൽപ്പന ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും അടുത്ത സ്വഹാബികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തൽഹ, സുബൈർ അടക്കമുള്ള എല്ലാവരും അംഗീകരിച്ചിരുന്നേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പോലും വാക്കുകളും തെറ്റാതെ ജീവിച്ചിരുന്ന ഈ സ്വഹാബികൾ എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കി അബൂബക്കറിനെ തിരഞ്ഞെടുക്കാൻ തുനിയുന്നത്? അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾ സ്വഹാബികളെ, പ്രത്യേകിച്ച് അബൂബക്കർ, അലി, ഉസ്മാനെ പോലുള്ള സ്വഹാബികളെ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒരക്ഷരം പോലും തെറ്റാതെ ജീവിക്കുന്നവർ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ് ഈ വർത്തമാനത്തെ നിഷേധിക്കുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമായി മാറേണ്ടതാണ്. ഇങ്ങനെ അവരാരും ചെയ്തിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു അടക്കം പിന്നീട് വന്ന 3 ഖലീഫമാരുടെയും ജീവിതത്തിൽ വളരെ സുപ്രധാന റോൾ വഹിക്കുകയും ജിഹാദിൻ്റെ പ്രത്യേകിച്ച് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ, യുദ്ധങ്ങളിൽ നേതൃത്വം വഹിക്കുകയും ഷൂറാവേളകളിൽ പ്രധാന ഷൂറാ മെമ്പറായി ജീവിക്കുകയും ചെയ്ത ആളാണ്. അപ്പോഴൊന്നും ഈ പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയില്ല. അതായത് പിൽക്കാലത്ത് രൂപപ്പെട്ട ചരിത്രാഖ്യാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ ചില ആൾക്കാർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, അതായത് ബാക്കിയുള്ള സ്വഹാബികളെക്കാളും വലിയൊരു മഹത്വം അലി റളിയല്ലാഹു അൻഹു കൊടുക്കാൻ എങ്ങനെ അവർ തുനിഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വല്ലാണ്ട് പുകഴ്ത്തി പറയാൻ ശ്രമിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവരെ താക്കീത് നൽകി ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചരിത്രവും നമുക്ക് കാണാം. അതായത് ബാക്കിയുള്ളവരെക്കാളും തന്നെ മുകളിൽ വെക്കുക എന്ന തരത്തിൽ അങ്ങനെ ചില പ്രവർത്തനം ഉണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹു തന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, നമ്മൾ ഹദീസുകളിൽ നോക്കുകയാണെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉത്തമരാരാണ് എന്ന ചർച്ച ഞങ്ങൾ മുമ്പ് പിൽക്കാലത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്ന് വിവിധ ഹദീസുകൾ കാണാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അവിടെ വരുന്നില്ല. അതായത് അദ്ദേഹം ഉത്തമനിൽ പെടാത്തത് കൊണ്ടല്ല, ഒരുപക്ഷെ അക്കാലത്ത് ജീവിച്ചവർ എന്ന നിലയിലായിരിക്കാം ആദ്യം ഈ സഹാബികളെ
ഈ ഹദീസുകളിൽ സഹാബികൾ പരാമർശിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളപ്പോൾ എങ്ങനെയാണ് ഖിലാഫ എന്നത്, അധികാരം എന്നത് അലി റളിയല്ലാഹുവിലേക്ക് മാറുക എന്നതാണ് മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്നാൽ പോലും സ്വാഭാവികമായും അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നു. അവിടെയാണ് ഇമാമത്ത് എന്ന് പറയുന്ന ഒരാശയം ഉയർന്നു വന്നത്. ഇമാമിയ എന്ന പേരിൽ പിന്നീട് അത് അറിയപ്പെട്ടു. ഇമാമത്ത് എന്ന് പറയുന്നത് ആരിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്? അതിന് ചരിത്രകാരന്മാർ വിശദീകരിച്ചത് അഹ്ലുബൈത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഫാത്തിമ റളിയല്ലാഹു അൻഹ വഴി ഉള്ള അഹ്ലുബൈത്തിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേറെ മക്കളുണ്ട്, അല്ലെങ്കിൽ ഈ നബിയുടെ കുടുംബം തന്നെയാണ് ഒരു തരത്തിൽ പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മായിയപ്പനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് വേറെയും ഭാര്യമാരുണ്ട്, അതിന് മക്കളുണ്ട്. പക്ഷെ അതൊന്നും നേരിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കാണുകയില്ല, അവരുടെ സാന്നിധ്യം കാണുകയില്ല. വേറെയും അഹ്ലു ബൈത്തിൻ്റെ സയ്യിദി പാരമ്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇമാം മുഹമ്മദ് ഹനഫിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയിൽ അലി റളിയല്ലാഹുവിന് ഉണ്ടായ കുഞ്ഞാണ് മുഹമ്മദ്. വളരെ അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഈ അഹ്ലു ബൈത്ത് ചരിത്രത്തിൽ വല്ലാണ്ട് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അതാണല്ലോ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെന്ന നിലയിൽ നബിയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയതുകൊണ്ട് അവരിൽ നിന്നുണ്ടായ മക്കൾ പരമ്പരയിലാണ് നമ്മൾ പ്രധാനമായും ഈ ചർച്ച ഷിഈ ചരിത്രരചനയിൽ കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്നാണ് ഇമാമിയത്ത് എന്ന് പറയുന്ന ഒരു ചർച്ച രൂപപ്പെടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയാണ് ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ ഉദയത്തിന് കാരണം. അതായത് ഷിഈ എന്ന് പറയുന്ന ഉദയത്തിനും നമ്മൾ പിന്നീട് സുന്നി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഉദയത്തിനും കാരണം രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നത, അതിൽ പ്രധാനമായും കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അസാസിനേഷനുമായി വധവുമായി ബന്ധപ്പെട്ടതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളാലും അഭിപ്രായങ്ങളാലും കാരണം ഒരുപാട് തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാവുകയും ഈജിപ്റ്റ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് കുറേ കലാപകാരികൾ മദീനയിലേക്ക് വരികയും എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനന്തരവനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ആ വധത്തിന് പകരം ചോദിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മദീനയിലെ സഹാബികളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പ്രധാനമായും ഒരു ക്രൈറ്റീരിയ അവർ മുമ്പിൽ വെച്ചത് ഈ കലാപകാരികളുടെ വിഷയം കൈകാര്യം ചെയ്യുകയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യണമെന്നതായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പെട്ടുടനെ തീരുമാനിക്കാൻ കഴിയുന്ന വിഷയമല്ല, ഇതിനൊരു അവധാനത വേണം. കാരണം ഒരുപാട് കലാപകാരികൾ ഇപ്പോഴും മദീനയിലെ ചുറ്റുപാടുകളും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെയും കൈകാര്യം ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വലിയ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കുകയും സാവധാനം തീരുമാനിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹു എത്തുകയും ചെയ്യുന്നു. പക്ഷേ അതിലെ ചില സഹാബികൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊരു കരാറുമായി ബന്ധപ്പെട്ട ഒരു അവധാനതയാണെന്ന് കാണുകയും അതിനെതിരെയുള്ള നീക്കമാണ് ജമൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് അവിടുന്ന് മക്കയിലേക്ക് താമസം മാറുന്നു. സുബൈർ, തൊൽഹ പോലുള്ള സഹാബികൾ മക്കയിലേക്ക് പോവുകയും ആയിഷ റളിയല്ലാഹു അൻഹയുമായി സംസാരിക്കുകയും അവർ അവിടുന്ന് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് ബസറൻ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമൽ യുദ്ധം എന്ന രീതിയിൽ ഫുൾ ഫ്ലെഡ്ജായ യുദ്ധം അവിടെ നടന്നിട്ടില്ല. ചെറിയ ഒരു ഏറ്റുമുട്ടൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു വരുത്തുകയും അവിടെ അവർ തമ്മിൽ കാര്യം മനസ്സിലാക്കുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്നു എന്നതാണ് ചരിത്രം. അതോടുകൂടി ആ സംഭവം സോൾവ് ആവുന്നു. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹും ഇവരും തമ്മിൽ ആ പ്രശ്നം അപ്പോഴും വഷളാവുന്നുണ്ട്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി സൈന്യവുമായി വരുന്ന വേളയിൽ ഇദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് അറിയുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് സിറിയയിലേക്ക്. പിന്നെ പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം കലർന്ന കുപ്പായവും അതുപോലെ തന്നെ മുറിഞ്ഞ വിരലുകളും
കൂടെ രക്തം വീണ ഖുർആനും അന്നത്തെ ഏടും കൂടെ എടുത്ത് പള്ളിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ അത് ആവേശമുണർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ഇടയിലാണ് ഖവാരിജികൾ രൂപപ്പെടുന്നത്. കാരണം ഈ ഒരു സംഭവം സ്പ്ലിറ്റ് ഉണ്ടാവുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഖവാരിജികൾ ഉയർന്നു വന്നുകൊണ്ട് ഇവരാരെയും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. അപ്പോഴാണ് ഖവാരിജികൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവാണ് വിധിക്കേണ്ടത്, മനുഷ്യന്മാർക്ക് വിധിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും ഈ ചർച്ചയെ തന്നെ തള്ളിക്കളയുന്നു. എന്നിട്ട് പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഖവാരിജികൾ ഇവർക്കിടയിൽ ഇവരെ വധിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ മുമ്പാണ് സിഫീൻ യുദ്ധം ഉണ്ടാവുന്നത്. അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുന്നു. രണ്ട് പക്ഷത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഇടയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു യഹൂദൻ ഇസ്ലാം സ്വീകരിക്കുകയും അയാൾ വളരെ കുശാഗ്രബുദ്ധിയായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ ഈ അലി മുആവിയ സംഘത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്ക് പിന്നീട് ഈ സുന്നി തീവ്രവാദി ആൾക്കാർ പിന്നീട് ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ ആണ് ഷിയായിസത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് ചരിത്രത്തിൽ എഴുതുന്നത് കാണാം. പക്ഷെ അതൊരു വളരെ നീതീകരിക്കാനാവുന്ന ഒരു ആഖ്യാനമല്ല. അതും ഇതുമായി ബന്ധമൊന്നുമില്ല. ഈ രണ്ട് വിഭാഗത്തിനിടയിലും വിള്ളൽ വരുത്തുവാൻ ചെയ്ത പണിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബവും സംഘവും ചെയ്തത്. അത് ഷീ ചരിത്രവുമായി ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ സുന്നി ചരിത്രവുമായും കൂടി ബന്ധിപ്പിക്കുന്നത് ഇത്ര നല്ലതല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ ഇങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സബവിൻ്റെ ചില തുരപ്പൻ പണികൾ ഒരു ഭാഗത്ത്, ഖവാരിജികൾ ഈ മുസ്ലിം സഹാബിമാർക്കെതിരെ അറ്റാക്ക് മറ്റൊരു ഭാഗത്ത്, അതിൻ്റെ ഇടയിൽ ഈ രണ്ട് വിള്ളലുകൾ ശക്തമായിരിക്കുന്ന പശ്ചാത്തലം, ഇതൊക്കെയാണ് അന്ന് മദീനയിലും മക്കയിലും കുഫ ബസ്ര ഭാഗത്ത് നിറഞ്ഞു നിന്ന രാഷ്ട്രീയ സാഹചര്യം. അതിൻ്റെ ഇടയിലാണ് അവസാനം ഇവരും ഈ സന്ധിക്ക് തയ്യാറാവുകയും ആ സന്ധിയിലേക്ക് തീരുമാനം എത്തുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഖവാരിജികൾ ഈ പ്രധാന സഹാബിമാരെ നേതാക്കന്മാരെ വധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ സുബഹി നേരത്ത് അവർ കുത്തിക്കൊല്ലുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഈജിപ്തിലേക്ക് ആളെ വിടുന്നു. സുബൈ ആ നമസ്കാര സമയത്ത് അദ്ദേഹം എന്തോ പനി ആയതുകൊണ്ട്, അസുഖമായതുകൊണ്ട് വേറൊരു ഇമാമയാണ് വെച്ചത്. അവരെ അദ്ദേഹം കുത്തുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ദമസ്കസിൽ വെച്ച് കുത്തി. പക്ഷേ നല്ല തടിച്ച ശരീരമുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ചരിത്രം പറയണത്, വല്ലാണ്ട് അദ്ദേഹത്തിന് ആപത്ത് സംഭവിച്ചില്ല, മരണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചില്ല. വിട്ടേറ്റെങ്കിലും അദ്ദേഹത്തിന് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്ന് ചരിത്രമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിക ലോകത്തുണ്ടാവുകയും അവസാനം അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതോടുകൂടി അവിടെ മദീനയിലുള്ള ആൾക്കാർ വീണ്ടും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഹസൻ റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയത്തിൽ കുറച്ചും കൂടി ഒരു താത്വികമായ ഒരു സാത്വികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുമായി ഒരു പാക്റ്റിന് തയ്യാറാവുന്നു. അങ്ങനെ അധികാരം നിങ്ങൾക്ക് തരാം, പക്ഷേ അഹ്ലു ബൈത്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമായതുകൊണ്ട് നബി കുടുംബത്തിന്, ഫാത്തിമയിൽ നിന്നുണ്ടായ നബി കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാരീരികമായും നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെ മുഴുവൻ സുരക്ഷയും നിങ്ങൾ ഏറ്റെടുക്കണം എന്നൊക്കെ പലതരം കരാറുകളിലൂടെ ഹസൻ റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും കരാർ ഏറ്റെടുക്കുകയും അത് അംഗീകരിക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു 661 ഖലീഫയായി ലോക മുസ്ലിങ്ങളുടെ നേതാവായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഈ ഒരു ഇതാണ് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിലേറുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? മുആവിയ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഈ ഒരു ചർച്ച നടക്കുമ്പോഴും അലി പക്ഷം, അതാണ് ഷിയാത്തു അലി, ഷിയാത്തു മുആവിയയുമുണ്ട്, ഷിയാത്തു അലിയുമുണ്ട്. രണ്ട് പക്ഷവുമുണ്ട്. ഷിയ എന്ന് വെച്ചാൽ പക്ഷം എന്നാണ്, ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. പാർട്ടി, ഗ്രൂപ്പ്, പക്ഷം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ രണ്ട് ഗ്രൂപ്പുകളും സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ അധികാരം എത്തുന്നതോടുകൂടി അത് സമാധാന രീതിയിലേക്ക് എത്തുകയും ഷിയാത്തു അലി, അലീൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് കുറച്ച് വർദ്ധിത ഒരു വികാരം ഉണ്ടാവുകയും അത് പിന്നീട് അത്
പിൽക്കാല ചരിത്രത്തിലേക്ക് ബാക്കിയാവുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തുവാൻ തുടങ്ങി, അഹ്ലു ബൈത്തിനെ വല്ലാണ്ട് പരിഗണന നൽകുവാൻ തുടങ്ങി. അതിൻ്റെ കൂടെ രാഷ്ട്രീയപരമായ പശ്ചാത്തലത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ആ ശേഷവും ചിലർ പറയുന്ന മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ അഹ്ലു ബൈത്തിനോട് നീതിപൂർവമായ നിലപാടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഷീഈ ചരിത്രം പറയുന്നതെങ്കിൽ പോലും അത്രത്തോളം ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ യസീദിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ അതെന്തായി മാറുന്നു? പ്രശ്നം ഗുരുതരമായി മാറുന്നു. കർബല സംഭവം ഉണ്ടാകുന്നു. കർബല സംഭവത്തിൽ യസീദിൻ്റെ നേതാവാണ് ഇബ്നു സിയാദ്. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കർബല സംഭവത്തിൽ യസീദിനെ വധിക്കുന്നു. അങ്ങനെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നു. ആ വധമാണ് ഒരുപക്ഷെ ഷിയാ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ടേണിംഗ് പോയിൻ്റായി മാറുന്നത്. അതോടുകൂടി അഹ്ലി കിതാബ്, അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് പീഡിതരാണ് എന്ന തരത്തിലുള്ള ഇമേജ് മുസ്ലിം ലോകത്ത് മുഴുവൻ വ്യാപകമാവും. അങ്ങനെ ഈ കർബല സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗദീർ ഹും എന്ന് പറയുന്ന ആ പ്രവചനം, നബിയുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്ന ആ അവകാശവാദത്തിന് ശേഷം ഏറ്റവും പ്രബലമായ ഒരു ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കർബല സംഭവമാണ്. ആ ഒരു വിഷയമാണ് പിന്നീട് എന്തായി മാറുന്നത്? ഇസ്ലാമിക ലോകത്ത് നല്ലൊരു ഡിവിഷനിലേക്ക് നയിക്കാൻ കാരണമാവുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇമാമത്ത് എന്ന് പറയുന്ന ആശയത്തിന് തുടക്കം. അതായത് ഇമാമത്ത് എന്ന് പറയുന്നത്, ഇമാമിയ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഷിയ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന ഇമാമിയ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് 12 എന്ന് പറയുന്ന ഇസ്നാഅശരി വിഭാഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഷിയാക്കൾ ഇസ്നാഅശരി വിഭാഗങ്ങളാണ്. അവരുടെ കൺസെപ്റ്റിൽ 12 ഇമാമുമാരാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഹസൻ, ഹുസൈൻ എന്ന് പറയുന്ന അതിലെ പ്രധാന ഇമാമായ ഹുസൈൻ്റെ ഷഹാദത്ത് വലിയ വിഷയമായി മാറുന്നു. അങ്ങനെ ഈ ഇമാമത്ത് എന്ന് പറയുന്നത് നമ്മൾ സുന്നികൾ ഖിലാഫത്ത് എന്ന് കരുതുന്നതിൻ്റെ മറ്റൊരു ദൈവശാസ്ത്രപരമായ പദപ്രയോഗമാണ് ഇമാമത്ത്. അതായത് അള്ളാഹു അധികാരം ഏൽപ്പിച്ച ആൾക്കാർ അവർ വ്യക്തിപരമായി മഅസൂമായിരിക്കും, ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അവർക്ക് ഇജ്തിഹാദ് ചെയ്യാനും എല്ലാത്തിനും എന്തുണ്ട്? അള്ളാഹു പ്രത്യേകം അധികാരം കൊടുത്തിട്ടുണ്ട്. അവർ പിൻപറ്റേണ്ടവരാണ്. അവർ പിൻപറ്റാൻ വിധിക്കപ്പെട്ട നമ്മളെല്ലാവരും അവരെ തീർച്ചയായും പിൻപറ്റേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു തരം ആശയമാണ് ഇമാം എന്ന് പറയുന്ന ആശയത്തോടുകൂടി അവർ ഷിയാക്കൾ വിശദീകരിച്ചത്. അതിൽ പ്രധാനമായും 12 പേരാണ്. ഒന്ന് ഇമാം എന്നുള്ള പേരാണ് അവിടെ ഉപയോഗിക്കാറ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഹസൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, നാലാമത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി ഇബ്നു ഹുസൈൻ നാലാമത്, അഞ്ചാമത് ഇമാം മുഹമ്മദ് ബിൻ അലി, അദ്ദേഹത്തിൻ്റെ മകൻ അലി റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദ് ബിൻ അലി അൽ ബാഖിർ എന്നാണ് അദ്ദേഹം പറയുക. ഇമാം ബാഖിർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ ജാഫർ ബിൻ മുഹമ്മദ്, ജാഫർ സാദിഖ്, അതായത് ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദായിരുന്ന ഇമാം ജാഫർ സാദിഖ്. ഈ ജാഫർ സാദിഖിൻ്റെ മദ്ഹബ് ഇന്നും ഷിയാക്കൾക്കിടയിൽ സജീവമാണ്. അവന് ജാഫരി മദ്ഹബ് എന്നാണ് വിളിക്കുന്നത്. അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു, ഇമാം അബൂ ഹനീഫയുടെ തന്നെ ഉസ്താദായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഷിയാക്കളാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നബിയുടെ പൗത്രന്മാർ ഇന്ന് ഷിയാക്കളെന്നാണ് നമ്മൾക്ക് എങ്ങനെയാണ് അവരെ അവതരിക്കാൻ പറ്റുക? ഇവർ അന്നത്തെ എല്ലാമായിരുന്നു. നമ്മൾ പിന്നീട് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇവർ ആ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് മാത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ ഇമാം ജാഫർ സാദിഖ് 6ാമത്തെ അദ്ദേഹമാണ്. 7ാമത്താണ് ഇമാം മൂസ ഇബ്നു ജാഫർ, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഖാദിം എന്നാണ് വിളിക്കുക. ഈ 7ാമത്തെ എത്തുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ജാഫർ സാദിഖിന് ഇസ്മായിൽ എന്ന് പറയുന്ന മറ്റൊരു മകനുണ്ട്. ഇസ്മായിലി വിഭാഗം എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഷിയാക്കൾക്കിടയിൽ രൂപപ്പെട്ടു. അവർ 7ാമത്തെ ആൾ ഇദ്ദേഹമല്ല, ഇമാം മൂസ ബിൻ ഖാദിം അല്ല, ഇമാം ജാഫറാണ് 7ാമത്തെ ഇമാം എന്ന് അവർ വാദിച്ചു. അതുകൊണ്ട് ആ 7 വരെയുള്ള ആളിനെ ഇസ്മായിലി വിഭാഗമായി പിന്നീട് അറിയപ്പെട്ടു. ഓക്കെ, അതായത് ഇസ്മായിൽ നിന്നാണ് 7ാമത്തെ ഇമാം തുടങ്ങുന്നത്. മൂസ അല്ല, ആരാണ്? ഇസ്മായിലാണ് എന്ന രീതിയിൽ തുടങ്ങും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഇസ്മായിലി ഗ്രൂപ്പ് രൂപപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ സുന്നി ഷീ വിഭാഗങ്ങളിലൊന്നാണ് ഇസ്മായിലി ഗ്രൂപ്പ്. ഇന്ത്യയിലടക്കം ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത വിഭാഗമാണ് ഇസ്മായിലി ഗ്രൂപ്പുകൾ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലടക്കം, കർണാടക ഈ ഭാഗങ്ങളിലൊക്കെ അടക്കം ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന വിഭാഗമാണ് ഇസ്മായിലി ഗ്രൂപ്പുകൾ.
ആലോചിച്ച് നോക്കണം. ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന വിഭാഗമാണ്. ഇന്ന് നമ്മൾ അവരെ നമ്മൾ ഷിയാക്കൾ എന്ന രീതിയിലാണ് വിളിക്കുകയും ചെയ്യുന്നത്. അപ്പം ഷിയാക്കളുടെ ദഅവത്ത് ഭാഗമായി സൗത്ത് ഇന്ത്യയിൽ ഇസ്ലാം വ്യാപിച്ചു എന്ന് നമ്മൾ പറയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതിനുശേഷം അങ്ങനെ ഒരു വിഭാഗം രൂപപ്പെട്ടെങ്കിൽ പോലും ഇസ്നാശരികളുടെ 12 ഇമാമുമാർ എന്ന് വിശ്വസിക്കുന്നവർ ഏഴാമതായിട്ട് മൂസ ബിൻ ജാഫറിനെയാണ് കാണുന്നത്. ഇസ്മായിൽ റളിയല്ലാഹു അൻഹുവിനെ അല്ല കാണുന്നത്. അതിനുശേഷം ഈ 9ാമതായി കാണുന്ന ഇമാം മുഹമ്മദ് ബിൻ അലി, 10 ഇമാം അലി ബിൻ മുഹമ്മദ്, 11 ഇമാം ഹസൻ ബിൻ അലി, 12 ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അൽ മഹദി. ഈ 12ാമത്തെ ഇമാം മഹദി ഇമാം അദ്ദേഹം ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. സമയമാവുമ്പോൾ അദ്ദേഹം പുറത്തു വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് ലോകം മുഴുവൻ അടക്കി ഭരിക്കും എന്നുള്ള കൺസെപ്റ്റാണുള്ളത്. മറഞ്ഞിരിക്കുന്ന ഇമാമെന്നാണ് 12ാമത്തെ ഇമാമിനെ ഇസ്നാശരികൾ വിശദീകരിക്കുന്നത്. ആ ഇമാമിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇറാൻ്റെ ഭരണകൂടം നിലനിൽക്കുന്നത്. അദ്ദേഹം വരും വരെയും തങ്ങൾ ഭരിക്കുമെന്ന് പറയുന്നൊരു ആശയം അവരുടെ മുന്നിലുണ്ട്. അവർ ഇസ്നാശരി വിഭാഗമാണ് ഇന്നത്തെ ഇറാനിലെ ഷിയാക്കൾ. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗമാണ്. അപ്പോൾ ഞാൻ 2 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇസ്നാശരികൾ എന്ന് പറഞ്ഞു, അവർ തന്നെയാണ് ഇമാമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്ന് ഇമാം ഇസ്മായിലിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇസ്മായിൽ എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്. അസ്ബായി 7ാമത്തെ ഇമാമിനെ അംഗീകരിക്കുന്നത്, അതായത് ഇമാം ഇസ്മായിലിനെ അംഗീകരിച്ചുകൊണ്ട് അസ്ബായി എന്നുള്ള മറ്റൊരു പേരും കൂടി ഇവർക്കുണ്ട്. ഇങ്ങനെ പ്രധാനമായ വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞ ഇസ്മായിലിയ എന്ന് പറയുന്ന വിഭാഗമാണ് ലോകത്ത് ശക്തരായ പൊളിറ്റിക്കലി പവർഫുള്ളായ ഒരു വിഭാഗം. ഈ ഇമാം ഇസ്മായിലിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവർ പല ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണകൂടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരേ സമയം പൊളിറ്റിക്കലി പവർഫുള്ളായിരുന്നു, അതേസമയം തന്നെ ദഅവത്തിൻ്റെ മേഖലകളിലും അവർ ശക്തരായിരുന്നു. ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ അഹ്ലു ബൈത്തിൻ്റെ ഈ ബ്രാഞ്ച് ഇസ്മായിൽ റളിയല്ലാഹുവിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ മക്കളും പല ഭാഗത്തേക്ക് ദഅവത്തിനായി പോയതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. മറ്റൊരു പദപ്രയോഗമാണ് ഈ ഷിയാക്കളെ കുറിച്ച് കേൾക്കുന്ന റാഫിളി എന്ന് പറയുന്ന പദം. അവൻ റാഫിളിയാണെന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഖിലാഫത്തിലെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരുടെ ഖിലാഫത്തിനെ അംഗീകരിക്കാത്തവർ എന്നാണ് റാഫിളി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം എല്ലാ ഷീ ഗ്രൂപ്പുകളും അതിൽ പെടുന്നവരാണ്. റാഫിളി എന്നാണ് ഉപയോഗിക്കുക. ഇന്ന് ഒരുപക്ഷെ ഷീ വിരുദ്ധമായ എല്ലാ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും നമുക്ക് കാണുന്ന പദപ്രയോഗമാണ് ഈ റാഫിളി എന്ന് പറയുന്ന പദം. കാരണം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവർ അംഗീകരിക്കുന്നില്ല. അതുമാത്രമല്ല, ചില വളരെ തീവ്ര വിഭാഗങ്ങളായ ഷിയ ഗ്രൂപ്പുകൾ ഈ സഹാബിമാർക്കെതിരെ ചിലപ്പോൾ ലാനത്ത് പോലും പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട അധികാരം ആർക്ക് കൊടുത്തു? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏത് ഉമർ? അലി റളിയല്ലാഹു അൻഹുവിനെ ഖദീർ ഹുമിൽ വെച്ച് അഭിനന്ദിച്ച അതേ ഉമർ തന്നെ സമയമായപ്പോൾ അതും മറന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അധികാരം ഏൽപ്പിച്ച ആളാണ് ഉമർ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെതിരെ കൂടുതൽ ആരോപണം ഈ അലി വിഭാഗത്തിൽ നിന്ന്, ഈ ഷിയഈ വിഭാഗത്തിൽ നിന്നുണ്ടാവുന്നത് സാധാരണയാണ്. നമുക്കത് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയും ഇതേപോലെ പഴി ചാരുന്നത് നമുക്ക് കാണാം. അത് ഈ മറ്റേ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വസിയത്ത് അലിക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന തരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഇക്കാരണത്താലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ, അത് മാത്രമല്ല പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട ആളെന്ന നിലയിലും കൂടി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ശക്തമായ നയസമീപനം സ്വീകരിക്കുന്ന ഷീ ഗ്രൂപ്പുകളെയും, എല്ലാവരുമല്ല ഷീ ഗ്രൂപ്പുകളെയും കാണാം. ഇറാനിൽ അതൊരു വലിയ വിഷയമാവുകയും അലി ഖുമൈനി, ഇറാനി രാഷ്ട്രത്തിലെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ പ്രകാരം ഇവർക്കെതിരെ നിങ്ങൾ ലാനത്ത് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം ഫത്വ പുറപ്പെടുവിക്കുന്നതും കാണാം. അങ്ങനെ സ്വാഭാവികമായ ഒരു വസ്തുത ശരിയല്ല എന്നും അവർക്കെതിരെ ലാനത്ത്, ശാപപ്രാർത്ഥന നടത്തരുതെന്നും ഈ ആധുനിക ഇറാൻ്റെ സ്ഥാപകനായിരുന്ന ഇമാം ഖുമൈനി പോലും ഫത്വ പോലും പുറപ്പെടുവിച്ചത് നമുക്ക് കാണാം. ഏകദേശം മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന പണിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊന്നാണ് സയ്യിദി ഗ്രൂപ്പുകളെന്ന് പറയാം. അതായത് ഈ ഇമാമുമാരിൽ ഒരാളായ 4ാമത്തെ ഇമാമായ അലി ബിൻ അൽ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് സൈനുൽ ആബിദീൻ. അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്തിട്ട് സയ്യിദി ഗ്രൂപ്പും ഇന്നുണ്ട്. ഈ സയ്യിദി ഗ്രൂപ്പാണ് ഇന്ന് നമ്മൾ യമനിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹൂസികൾ. അവർ സയ്യിദി വിഭാഗത്തിൽപ്പെട്ടവരാണ്.
അതും ഏകദേശം സുന്നി ആശയങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് സെയ്ദി ഗ്രൂപ്പും. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഇവർക്കിടയിലുള്ളത്. മറ്റൊന്നാണ് നുസൈരി എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്, ഷിയാക്കൾക്കിടയിലുള്ള പ്രധാനമായ മറ്റൊരു ഗ്രൂപ്പാണ്. ഇത് അബൂ ഷുഐബ് മുഹമ്മദ് ബിൻ നുസൈർ എന്ന് പറയുന്ന ഒരാളുടെ പേരിനോട് ചേർത്തിട്ടാണ് ഈ നുസൈരി ഗ്രൂപ്പ് ഉണ്ടായത്. പിൽക്കാലത്ത് അവർ അലവികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അലവികൾ പിൽക്കാലത്ത് ഈ ഷീ ഗ്രൂപ്പുകളുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള, ആശയപരമായും അഖീദയുടെ വിഷയത്തിലും അവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഗ്രൂപ്പായി മാറി. മുഖ്യധാര ഷിയാക്കൾ വിശ്വസിക്കുന്നതിൽ നിന്നും ഒരുപാട് വിട്ടുപോയ വിശ്വാസമുള്ള വിഭാഗമാണ് ഈ അലവികൾ. പക്ഷെ എന്നാൽ പോലും അവരും ഷിയഈ വിഭാഗത്തിലാണ് അവരെയും പരിഗണിക്കുന്നത്. അങ്ങനൊരു ഗ്രൂപ്പും പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫാത്തിമികൾ അധികാരമുണ്ടായിരുന്നവരായിരുന്നു. ആ ഇസ്മായിലി ഗ്രൂപ്പുകളിലെ പ്രധാനപ്പെട്ട ഈ അലവി ഗ്രൂപ്പുമായി തന്നെ നുസൈരി എന്ന് പറഞ്ഞ ആളില്ല, അദ്ദേഹത്തിനോട് പേര് ചേർത്തുകൊണ്ടാണ് പിൽക്കാലത്ത് അലവികൾ, അലീൻ്റെ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് അലവികൾ എന്നുള്ള പേര് വന്നത്. അലി എന്നുള്ള പേര് ചേർത്തുകൊണ്ടാണ് അലവികൾ എന്നുള്ള പേര് വന്നത്. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മായിലികൾ പൊളിറ്റിക്കലി പവർഫുള്ളായ ഒരു ഗ്രൂപ്പാണ് ഫാത്തിമി രാജവംശം. ഏകദേശം 909 മുതൽ 1171 വരെ ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ ഭരിച്ച ഒരു വിഭാഗമാണ് ഈ ഫാത്തിമികൾ. ജാമിയത്തുൽ അസർ യൂണിവേഴ്സിറ്റി പണികഴിച്ചത് ഈ ഫാത്തിമി രാജവംശമാണ്. നമ്മൾ നബിദിനം ആഘോഷം തുടങ്ങിയത് ഈ ഫാത്തിമികളാണ്. മുളഫർ രാജാവാണ്, ഫാത്തിമി രാജവംശത്തിലെ മുളഫർ രാജാവാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നബിദിനം ഒരു ആഘോഷമായി തുടങ്ങുന്നത് ഈ ഫാത്തിമകളുടെ ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ചില ആൾക്കാർ അതൊരു ഷിയ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയത് കൊണ്ടാണ്. ഈ ഫാത്തിമി രാജവംശത്തിനെ ഇല്ലാതാക്കുന്നത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അങ്ങനൊരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഫാത്തിമി രാജവംശം ഇല്ലാതാക്കി അയ്യൂബി രാജവംശം അവിടെ ഉണ്ടാക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബി ആണ്. അതും ഒരു ചരിത്രമാണ്. ഈ ഫാത്തിമികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഇസ്മായിലി ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ്. ഫാത്തിമി എന്നുള്ള പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് 909 ഈ ചരിത്രം സംഭവിക്കുന്നത്. അതായത് ഫാത്തിമി എന്നുള്ള പേര് വരാൻ കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് തങ്ങളുടെ ജീനിയോളജി കണക്ട് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്, കുടുംബത്തിൻ്റെ ബന്ധം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു വിഭാഗം ഷീഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹിംസാത്മകമായ ഒരു ചരിത്രമുള്ളത്, അക്രമത്തിൻ്റെ ചരിത്രമുള്ള ഒരാളാണ് ഹസൻ സബ്ബാഹി എന്ന പേരിൽ അറിയപ്പെട്ട ഇറാനിലെ അലമോത്ത് എന്ന് പറയുന്നൊരു ഭാഗത്ത് കുറേ കാലം ഭരിച്ച ഒരു ഷീഈ നേതാവാണ് ഹസൻ സബ്ബാഹ്. അദ്ദേഹം സ്വന്തമായി വളരെ പവർഫുള്ളായ, വളരെ കുശാഗ്രബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അത്രയും അദ്ദേഹം ഈ സെൽജൂക്ക് രാജവംശത്തിനെതിരെ പോരാടിയ ഒരാളാണ്. ഇറാനിൽ കുറേ കാലം അദ്ദേഹം സ്വന്തമായി ഭരണം നടത്തിയ ആളാണ്. അതുപോലും ഈ ഇസ്മായിലി ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്മായിലി സെക്റ്റിൻ്റെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉണ്ടായ മറ്റൊരു പൊളിറ്റിക്കൽ പവറാണ് ഹസൻ സബ്ബാഹിൻ്റെ നേതൃത്വത്തിൽ. ഏകദേശം 1124 അദ്ദേഹം മരിക്കുന്നത് ഇറാൻ ഭാഗത്ത്. അത്രയും കാലം അദ്ദേഹം ഒരുപാട് കാലം 90 വയസ്സ് അദ്ദേഹം മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം അലമോത്ത് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു സ്വർഗം പോലെയാണ് തൻ്റെ നാട് എന്ന് ആൾക്കാരെ വിശ്വസിപ്പിച്ചിരുന്നു. ഫിദായിങ്ങൾ, അസാസിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ, നമ്മൾ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരാണ് അസാസിൻ എന്ന് വിളിക്കുക. അസാസീൻ അല്ലെ ഹഷാഷീൻ എന്ന പേരിലും അറബിയിൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ അറിയപ്പെട്ടു. അദ്ദേഹം പല ഭാഗത്തേക്കും രാജാക്കന്മാരെയും ഡിപ്ലോമാറ്റ്സിനെയും വധിക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അനുയായികളെ പറഞ്ഞു വിടുമായിരുന്നു എന്നൊക്കെ ചരിത്രമുണ്ട്. പിന്നീട് ഈ അസാസിൻസ് എന്നുള്ളത് ആധുനിക ലോകത്ത് ഒരു കാർട്ടൂൺ വെബ് സീരീസിന് പോലും അടിസ്ഥാനമായി മാറി. പിൽക്കാലത്ത് ഗെയിമിന് പോലും, ഗെയിമാണ് അസാസിൻസ് എന്ന് പറയുന്നത്, അസാസിൻ ക്രീഡ് എന്ന് പറയുന്ന അറിയപ്പെട്ടൊരു ഗെയിമാണ്. അതിന് പോലും അടിസ്ഥാനമായി മാറിയത് ഹസൻ സബ്ബാഹിൻ്റെ അനുയായികളുടെ ചരിത്രമാണ്. അത്രത്തോളം ഒരു ബന്ധം ബന്ധമുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ഒരു റൂളേഴ്സ് ആയിരുന്നു. അങ്ങനെ ചരിത്രവും നമുക്ക് ഇവരെ കാണാം. മറ്റൊന്നാണ് നിസാരിയ എന്ന് പറയുന്ന വിഭാഗം.
ഇതും ഏകദേശം ഇസ്മായിലി വിഭാഗത്തിൻ്റെ ഇടയിൽ വളരെ പൊളിറ്റിക്കലി പവർഫുള്ളായ ഒരു വിഭാഗമാണ്. അവർ സ്വന്തമായി തന്നെ അധികാരം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതുപോലെ തന്നെ ഈ അവരുടെ അധികാരം ഇല്ലാതാവുന്നത് മംഗോൾ അക്രമത്തോടു കൂടിയിട്ടാണ്. മംഗോളികൾ വരികയും അവരധികാരമുണ്ടായിരുന്ന ഭാഗത്തു നിന്നൊക്കെ അവർ തുടച്ചു നീക്കുകയും ചെയ്യുന്നതോടുകൂടി അവരും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്റ്റാണ് ഷിയഈ വിഭാഗം. അതിൻ്റെ ഇടയിൽ നമുക്കിടയിൽ ഇന്ത്യയിൽ പോലും ഉണ്ടാകുന്ന ബൊഹ്റ മുസ്ലിം കമ്മ്യൂണിറ്റി, പക്ഷേ നമ്മൾ കാണുന്ന 2 പീസ് ധരിച്ച വേഷമുള്ള സ്ത്രീകൾ, അവർ ദാവൂദി ബൊഹ്റ വിഭാഗം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അവർ ഷിയാക്കൾക്കിടയിലുള്ള ഒരു മൈക്രോ മൈനോരിറ്റിയാണ്. പക്ഷെ എന്നാൽ പോലും രാഷ്ട്രീയപരമായി ഈ അസ്ർ അലി എഞ്ചിനീയറിനെ പോലുള്ള ഇന്ത്യയിലെ നല്ല പണ്ഡിതന്മാർ അവർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അസ്ർ അലി എഞ്ചിനീയർ, അദ്ദേഹം ബൊഹ്റ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകളുള്ള ആ ഗ്രൂപ്പുകൾക്ക് അവരുടേതായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുള്ള കാരണങ്ങളാൽ രൂപപ്പെട്ടതാണ് ഷിയാക്കൾക്കിടയിലുള്ള ഈ വ്യത്യസ്ത ഗ്രൂപ്പുകൾ. അതുകൊണ്ട് നമ്മൾ ഷിയ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കരുതരുത്. സുന്നികൾക്കിടയിൽ എന്തൊക്കെ വിഭാഗങ്ങളുണ്ടോ, അഖീദപരമായും ഫിഖീൻ്റെ പരമായും സൂഫി പശ്ചാത്തലത്തിലും എത്രയോ ഗ്രൂപ്പുകൾ സുന്നികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ ഷിയാക്കൾക്കിടയിലും അങ്ങനെയും രൂപപ്പെട്ടിട്ടുണ്ട്. പല ഗ്രൂപ്പുകൾ രൂപപ്പെടാനും കാരണം അത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഈ ഷിയഈ ഗ്രൂപ്പ് പോലും രൂപപ്പെട്ടത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് എന്ത് ചെയ്തു, അതിനൊരു അഖീദ അതിനൊക്കെ വേണ്ടി രൂപപ്പെടുകയും അവരുടേതായ ഫിഖ് രൂപപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഇസ്മായിലികളും ഞാൻ നേരത്തെ പറഞ്ഞ ഫാത്തിമികളും ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ കീഴിലും സുന്നികൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ തരത്തിലുള്ള ഒരു ഫുൾ ഫ്ലഡ്ജഡായ ഷിയഈ എന്ന് പറഞ്ഞ തരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ സഫവി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഫുൾ ഫ്ലഡ്ജഡായ ഷിയഈ കൺസെപ്റ്റ് രൂപപ്പെടുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഷെയ്ഖ് സഫിയുദ്ദീൻ അർദബീലി എന്ന് പറയുന്ന 13-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ജീവിച്ചിരുന്ന ഒരു സുന്നിയായ അഹ്ലു ബൈത്തുൽ ഫാമിലിയിൽപ്പെട്ട ഒരു സൂഫി പണ്ഡിതനുണ്ട്, ഷെയ്ഖ് സഫിയുദ്ദീൻ അർദബീലി. അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയാണ് ഒരു ത്വരീഖത്തായി രൂപപ്പെട്ടതാണ്, സൂഫി ത്വരീഖത്തായി രൂപപ്പെട്ടതാണ്. അദ്ദേഹം സുന്നിയായിരുന്നു. പക്ഷെ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി ഒരുപാട് അരിപക്ഷക്കാരായ ആൾക്കാർ, ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയുടെ കൂടെ ചേരുകയും അവരുടെ നേതൃത്വത്തിൽ ഇറാഖ് ഭാഗങ്ങളുള്ള അധികാരങ്ങൾ പിടിച്ചെടുക്കുകയും അങ്ങനെ 1501-ൽ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സഫവി ഡൈനാസ്റ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു ഷാ ഇസ്മായിൽ, ഇദ്ദേഹത്തിൻ്റെ പൗത്രനാണ്. അതോടുകൂടിയിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജഡായ ഇറാനി ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഷീയി രാജവംശം സ്ഥാപിക്കുന്നത്. അതിനു മുമ്പ് എല്ലാവരും മിക്സപ്പായി ജീവിച്ചവരാണ്. പക്ഷേ ഇതോടുകൂടി ഷിയാക്കൾക്ക് അധികാരം കിട്ടുകയും അവർ ഷീ കൺസെപ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായി സ്വന്തം സ്വീകരിക്കുകയും പിന്നീട് സുന്നികൾക്കെതിരെ ശക്തമായ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആദ്യകാലങ്ങളിലൊന്നും സുന്നി വിരുദ്ധത അത്രയും ഉണ്ടായിരുന്നെങ്കിൽ പോലും പിൽക്കാലത്ത് ഉണ്ടായതുപോലെ ഉണ്ടായിരുന്നില്ല. ഈ സഫവി ഡൈനാസ്റ്റിയുടെ സ്ഥാപനത്തോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സഫവി എന്ന് പറയുന്നത് സുന്നി ത്വരീഖത്തായിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ, അതായത് 1501-ൽ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതോടുകൂടി അത് ഷീ വിഭാഗമായി മാറുകയാണ് സംഭവിക്കുന്നത്. പിന്നീടാണ് ലോകത്ത് ഈ കാണുന്ന തരത്തിലുള്ള ഷീ സുന്നി വിഘടനം വളരെ വ്യക്തമായി തന്നെ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ അടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. മുമ്പ് കാലത്ത് ഇടപഴകിയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീടാണ് നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത്. മുഗൾ ഡൈനാസ്റ്റിയെക്കുറിച്ച് ചില ചരിത്രകാരന്മാർ പറയുന്നത് അവർ സുന്നികളാണെങ്കിലും ഷിയാക്കളായിട്ടാണ് ജീവിച്ചതെന്നൊക്കെ ചില ചരിത്രത്തിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഷേർഷാ സൂരി ഹുമയൂണിനെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുമ്പോൾ അദ്ദേഹം പോകുന്നത് ഇറാനിലേക്കാണ്. ഇറാനിൽ അവിടെ സഫവി ഡൈനാസ്റ്റി ഉണ്ട്, തഹ്മാസ്പാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ ഷീ ഡൈനാസ്റ്റി ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. 10-15 വർഷത്തിന് ശേഷം ഹുമയൂൺ തിരിച്ചു വരുന്നത് അവിടുത്തെ സൈന്യവുമായും അവരുടെ കലാകാരന്മാരുമായിട്ടാണ്. ഇങ്ങനെ ഇവിടെ വന്ന് ബാക്കിയുള്ള എല്ലാ ബിൽഡിങ്ങുകൾ പണിയുന്നതും പേർഷ്യൻ കലാകാരന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് പേർഷ്യയിൽ കാണുന്ന കുബ്ബകളും മിനാരങ്ങളും ആർട്ടും നമുക്ക് മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിൽ പിന്നീട് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പിന്നീട് ഇത് ഷീ ടച്ച് കൊണ്ടായതുകൊണ്ടല്ല, അദ്ദേഹം ഷീ ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഷിയാക്കളായ സഫവികൾ സുന്നികളായ
മുഗൾ ഡൈനാസ്റ്റിയുടെ സുൽത്താനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ആ ഒരു സഹായ സഹകരണങ്ങൾ പിന്നീട് അവർ തുടർന്നു വന്നു എന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ബോംബെ, നമ്മളുടെ ഇവിടെ കർണാടക, നവാബുമാർ, എല്ലാ സൽത്തനത്തുകളും പിൽക്കാലത്ത് മുഹറം എന്നത് പ്രധാന ആഘോഷമായി കൊണ്ടാടി. ഒരു അനുശോചന യാത്രകളും അതുമായി ബന്ധപ്പെട്ട് അവധികൾ പ്രഖ്യാപിക്കുകയും അത് കാരണമാണ് ഇന്ത്യയിൽ മുഹറം എന്നത് അവധിയായി മാറിയത്. കാരണം സാധാരണ നമുക്ക് അവധി 2 പെരുന്നാൾ മാത്രമാണെങ്കിൽ പോലും, നബിദിനം കൂടെ എക്സ്ട്രാ തന്നു എന്നെങ്കിൽ പോലും മുഹറമത്തിൻ്റെ ഡേറ്റ് അവധിയായി വരാൻ കാരണം മുസ്ലിം രാജവംശങ്ങൾ തുടർന്നതിനെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏറ്റെടുത്തത് മാത്രമാണ്. അത് കാരണം എന്താണ്? ഇവരുടെ കീഴിൽ ഒരുപാട് ഷീ വിഭാഗങ്ങളുണ്ട്. അഹ്ലു ബൈത്തിനോടുള്ള ഒരു ആദരവും കൂടിയിട്ടാണ് മുഹറത്തെ ഈ മുസ്ലിം സൽത്തനത്തുകൾ ഏറ്റെടുക്കാൻ കാരണം. അപ്പോൾ പിന്നീട് പക്ഷേ ചില ആൾക്കാർ ഈ മുഹറം ആഘോഷിച്ചു എന്നതുകൊണ്ട് ഇവരെയൊക്കെ ഷിയാക്കളാക്കാനുള്ള ചില തന്ത്രപ്പാടുകൾ ചില സുന്നി വിഭാഗത്തിലെ ചില ആൾക്കാർ ശ്രമിക്കുന്നത് കാണാം. അതുകൊണ്ടല്ല, അതിന് ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുണ്ട്. ആ ഭാഗത്ത് ഒരുപാട് ഷിയാക്കളുണ്ടെങ്കിൽ അവരെയും കൂടി തങ്ങളുടെ ഭരണത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് സുൽത്താൻമാരുടെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യവും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്നതുകൊണ്ട് അവരുടെ ആഘോഷങ്ങളും സ്റ്റേറ്റ് ആഘോഷമായി സ്വീകരിച്ചതായിരുന്നു ഈ സുൽത്താൻമാർ ചെയ്തത്. അല്ലാതെ അവരൊക്കെയും ഷിയാക്കളായി എന്നതുകൊണ്ടല്ല. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഹൈദരാബാദൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഷീ ഡൈനാസ്റ്റികളും രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഷീ പശ്ചാത്തലമുള്ള നേതാക്കന്മാർ വരികയും ആ ഭാഗം പിടിച്ചെടുക്കുകയും അങ്ങനെ അവിടെ ഷീ ഡൈനാസ്റ്റികൾ രൂപപ്പെട്ട ചരിത്രവും നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാം. പക്ഷെ എന്നാൽ പോലും അവർ മുഴുവൻ സുന്നികളെ ഒഴിവാക്കിക്കൊണ്ടല്ല. ഒരു കുടുംബം ഷിയാക്കളാണെങ്കിലും അവരുടെ ഭരണീയർ ജനങ്ങളധികവും സുന്നികളായിരുന്നു. ഇങ്ങനെയൊക്കെയും ഒരു മിക്സഡ് ആയ ചരിത്രം നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ലോകത്തും കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷിയയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷിയ രൂപപ്പെടാൻ കാരണം ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസിൽ നിന്ന് തുടങ്ങി പിന്നീട് അഖീദയിലേക്ക് വികസിച്ചതാണ്. അല്ലാതെ അഖീദയിൽ നിന്ന് തുടങ്ങി അഖീദയിൽ അവസാനിക്കുന്നതല്ല. കാരണം ഈ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഷീ കൺസെപ്റ്റ് തിയോളജിക്കലായി ദൈവശാസ്ത്രപരമായി വികസിക്കുന്നത് സഫവി ഡൈനാസ്റ്റിയുടെ 1500കളിലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നീടാണ് ഈ ലോകത്ത് രൂപപ്പെട്ട പല അടികളും. അതേസമയം തന്നെയും ഈ വിഭാഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ഒരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇമാം ഹുമൈനി തന്നെ, ഇറാൻ്റെ സ്ഥാപകനായ ഇമാം ഹുമൈനി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഫലസ്തീനിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം? ഫലസ്തീനികൾ ബഹുഭൂരിപക്ഷം സുന്നികളാണ്. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം? കാരണം നമ്മളൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. അതേസമയം തന്നെ ലെബനാനിൽ ഷിയാക്കളാണ്. എന്തുകൊണ്ട് സപ്പോർട്ടാണ്? അവർ ഷിയാക്കളായതുകൊണ്ടല്ല, അവരും മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, എന്തുകൊണ്ട് ഇറാൻ ഫലസ്തീൻ പോലുള്ള വിഷയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു കൺസെപ്റ്റിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമായി ഫലസ്തീനെയും അതുപോലുള്ള വിഷയങ്ങളെയും കാണുന്നു എന്നതുകൊണ്ടാണ്. ഈ ഒരു മത പരിസരവും കൂടി അതിൻ്റെ പുറകിലുണ്ട്. അതുമാത്രമല്ല, ഇറാൻ്റെ ഒരു രൂപീകരണം പോലും അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധവും കൂടാണ്. അതുകൊണ്ട് അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധമായ എല്ലാ ലോകത്തെയും ഇറാനും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇറാൻ ചൈനയ്ക്കൊപ്പം നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇറാൻ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇറാൻ ഫലസ്തീനും ലെബനാനും ഷിയാക്കൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത്. ഇങ്ങനൊരു പശ്ചാത്തലം ആധുനിക ഇറാനുണ്ട്. അതിൻ്റെ പുറകിൽ ഈ ഒരു മത പശ്ചാത്തലവും കൂടിയിട്ടുണ്ട്. ഞാനത് ഈ രാഷ്ട്രീയ പശ്ചാത്തലം പറയാൻ മെയിൻ കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചുരുക്കുന്നത്, ഈ ഒരു തരത്തിലാണ് ഷീ വിഭാഗീയത ഉണ്ടായത്. പിന്നീടാണ് അതിൻ്റെ ചില ഫിഖ്ഹി വംശങ്ങളൊക്കെയും പിൽക്കാലത്ത് സാധാരണ മുസ്ലിം സുന്നി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഫിഖ്ഹി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ തന്നെ ഷീ വിഭാഗങ്ങൾക്കിടയിലും ഫിഖ്ഹി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ മറ്റൊരു ചർച്ചയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.